മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്ന സൂചന നൽകി ലീഗ് വേദിയിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രസംഗം. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സമ്മേളന വേദിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും 2 സീറ്റുകളുടെ കാര്യം എടുത്തുപറഞ്ഞാണ് പ്രസംഗിച്ചത്. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന വേദിയിൽ മുഖ്യാതിഥികളായി പങ്കെടുത്ത രമേശ് ചെന്നിത്തലയും എഐസിസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും ലീഗിന് 2 സീറ്റ് മാത്രമാണെന്ന് പരോക്ഷ സൂചനകൾ നൽകിയാണ് പ്രസംഗിച്ചത്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശക്തിയെ പരാമർശിക്കുമ്പോൾ കെ.സി. വേണുഗോപാൽ 2 സീറ്റിന്റെ കാര്യം എടുത്തു പറഞ്ഞു. മലപ്പുറത്ത് ഇന്ന് കാണിച്ച ഈ ഐതിഹാസികമായ റാലി തെളിയിക്കുന്നു, 2 സീറ്റിൽ മാത്രമല്ല മലബാറിലെ എല്ലാ സീറ്റിലും കേരളത്തിലെ എല്ലാ സീറ്റിലും UDF-നെ വിജയിപ്പിക്കാൻ സഹായിക്കുന്ന കരുത്ത് മുസ്ലിം ലീഗിനോടൊപ്പം ഉണ്ട് എന്നുള്ള തെളിയിക്കുന്നതാണ് ഈ ജാഥയും പ്രകടനവും. പിന്നീട് പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മലപ്പുറത്തെ 2 സീറ്റുകളെന്ന് എടുത്തു പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് സംസാരിച്ചത്. ഇത്തവണ മലപ്പുറം ജില്ലയിൽ 2 സീറ്റാണ് UDF മത്സരിക്കുന്നത്. 3 സീറ്റുണ്ട്, 2 സീറ്റാണ്. 2 സീറ്റുകൾ മത്സരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതേസമയം കേരളത്തിൽ മൂന്നാമതൊരു സീറ്റിന് സമ്മർദ്ദം ചെലുത്തില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ സൂചന നൽകുന്നത്. ദേശീയ തലത്തിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുമെന്നാണ് സമ്മേളനത്തിന് മുൻപ് ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. ദേശീയ തലത്തിലെ ലീഗ് കൂടുതൽ മത്സരം നടത്തുമെന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ നേരത്തെ തന്നെ. എങ്ങനെയാണ് അതിൻ്റെ ചർച്ച അതാത് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ബംഗാളിലും അതുപോലെ മറ്റു ചില സംസ്ഥാനങ്ങളിലും ഒക്കെ നടക്കുന്നതാവും. തമിഴ്നാട്ടിൽ സീറ്റ് ധാരണ ആയി കഴിഞ്ഞു. ഞങ്ങൾ DMK മുന്നണിയിലാണ്. 1 സീറ്റിൽ ലീഗ് മത്സരിക്കുന്നുണ്ട്. അത് തീരുമാനമായി. പ്രവർത്തകരും ഒരു വിഭാഗം നേതാക്കളും ആവേശത്തോടെ ഏറ്റെടുത്ത 3-ാം സീറ്റെന്ന ആവശ്യത്തോട് കോൺഗ്രസിനും ലീഗ് നേതൃത്വത്തിനും ഒരേ സമീപനമാണെന്നാണ് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. മീഡിയ 1 മലപ്പുറം.